നമസ്കാരം. സ്കൂളിൽ നിന്നും മടങ്ങി വന്ന 2ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ ഡയറിയിൽ മാതാപിതാക്കൾ കണ്ട കാര്യങ്ങൾ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. 1ാം കൽമ, 2ാം കൽമ, ഫാത്തിഹ എന്നിവ ചൊല്ലിപ്പഠിക്കാൻ നിർദ്ദേശം. ഹൈദരാബാദിലെ സക്സസ് ഗ്രൂപ്പ് ഓഫ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ആണ് സംഭവം. ഒരു ഹിന്ദു വിദ്യാർത്ഥിയെ മറ്റൊരു മതത്തിന്റെ പ്രാർത്ഥനകൾ നിർബന്ധപൂർവ്വം പഠിപ്പിക്കാൻ അധ്യാപികയായ ഷെയ്ഖ് ആയിഷ പർവീൻ ശ്രമിച്ചു. ഇത്തരം സംഭവങ്ങൾ ഒറ്റപ്പെട്ടതാണെന്ന് പറയാൻ കഴിയില്ല. ഇതേറെ ഗൗരവകരമായ കാര്യമാണ്. പാഠപുസ്തകങ്ങളുടെ ഉള്ളടക്കത്തിലും അധ്യാപകരുടെ പെരുമാറ്റത്തിലും ഇത്തരത്തിൽ മതപരമായ അജണ്ടകൾ കുത്തിനിറയ്ക്കുന്നത് ഇന്ന് വ്യാപകമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ യഥാർത്ഥ ലക്ഷ്യം എന്താണെന്ന് തിരിച്ചറിയാൻ ഇനിയും വൈകിക്കൂടാ. മാതാപിതാക്കൾ പരാതിയുമായി സ്കൂൾ മാനേജ്മെന്റിനെ സമീപിച്ചപ്പോൾ ആദ്യം ലഭിച്ച മറുപടി ഇതൊരു അബദ്ധമായിരുന്നു എന്നായിരുന്നു. എന്നാൽ കുട്ടിയുടെ ഡയറി പരിശോധിച്ചപ്പോൾ പലതവണ ഇത്തരത്തിൽ നിർദ്ദേശങ്ങൾ എഴുതിയിരുന്നുവെന്നും പിന്നീട് അത് നീക്കം ചെയ്തതായും വ്യക്തമാക്കി. ഇത് കാണിക്കുന്നത് സംഭവം ആസൂത്രിതമാണ് എന്നാണ്. ക്ലാസ് മുറിയിൽ വിദ്യാർത്ഥികളെ തങ്ങളുടെ ആശയങ്ങൾക്കനുസരിച്ച് മാറ്റിയെടുക്കാൻ ബോധപൂർവ്വം നടത്തുന്ന ഒരു പ്രവർത്തനമാണിത്. കുട്ടികളുടെ ഇളം മനസ്സുകളിൽ തങ്ങളുടെ മതപരമായ ആചാരങ്ങൾ അടിച്ചേൽപ്പിക്കുമ്പോൾ അത് വലിയൊരു സാമൂഹിക അട്ടിമറിയുടെ ഭാഗമാണെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇന്ത്യ പോലുള്ള ഒരു മതേതര രാജ്യത്ത് സർക്കാർ അംഗീകൃത സ്കൂളുകളിൽ ഇത്തരത്തിൽ മതപരമായ പ്രാർത്ഥനകൾ നിർബന്ധമാക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണ്. എന്നിട്ടും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുന്നത് ചില കോണുകളിൽ നിന്നുള്ള ജിഹാദി അജണ്ടകളുടെ ഭാഗമാണെന്ന് ആരോപണമുണ്ട്. ഇസ്ലാം സമുദായത്തിന്റെ ആശയങ്ങൾ മറ്റു മതസ്ഥരായ കുട്ടികളിലേക്ക് എത്തിക്കുക, ക്രമേണ അവരെ അവരുടെ വേരുകളിൽ നിന്ന് അകറ്റുക എന്ന ഗൂഢലക്ഷ്യം ഇതിന് പിന്നിലുണ്ടോ? മതപരിവർത്തനത്തിന്റെ പ്രാരംഭ ഘട്ടങ്ങളാണോ ക്ലാസ് മുറികളിൽ അരങ്ങേറുന്നതെന്ന ഭയം സ്വാഭാവികമായും രക്ഷിതാക്കളിൽ ഉണ്ടാകുന്നു. സംഭവം പുറത്തറിഞ്ഞതോടെ BJP അടക്കമുള്ള സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്തെത്തി കഴിഞ്ഞു. ഹൈദരാബാദ് പോലുള്ള നഗരങ്ങളിൽ ഇത്തരം സംഭവങ്ങൾ വർദ്ധിക്കുന്നത് ക്രമസമാധാന പ്രശ്നങ്ങൾക്ക് വഴിവെക്കുന്നുണ്ട്. പ്രാദേശിക നേതാക്കൾ രക്ഷിതാക്കളെ കാണുകയും സ്കൂളിനെതിരെ കർശന നടപടി ആവശ്യപ്പെടുകയും ചെയ്തത് ഈ വിഷയത്തിന്റെ ഗൗരവം വ്യക്തമാക്കുന്നു. വെറുതെ പരാതി നൽകി മടങ്ങുകയല്ല വേണ്ടത്. ഇത്തരത്തിൽ അജണ്ട നടപ്പിലാക്കുന്ന സ്ഥാപനങ്ങളുടെ ലൈസൻസ് റദ്ദാക്കുന്നതുൾപ്പെടെയുള്ള കർശന നടപടികൾ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണം. അധ്യാപികയെ പിരിച്ചുവിട്ടുകൊണ്ടും ഭാവിയിൽ ജോലി നൽകില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടും മാനേജ്മെന്റ് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. എന്നാൽ ഇത് ഒരു മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമാണ്. സ്കൂളിലെ മറ്റ് അധ്യാപകർ എന്തൊക്കെയാണ് ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത്? പാഠ്യപദ്ധതിയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഇവർ വരുത്തുന്നത്? ഇതിനെക്കുറിച്ചൊരു സമഗ്രമായ അന്വേഷണം അനിവാര്യമാണ്. കേവലം ഒരു അധ്യാപികയെ പുറത്താക്കിയത് കൊണ്ട് മാത്രം സ്കൂളിന്റെ ഉത്തരവാദിത്തം അവസാനിക്കുന്നില്ല. ഈ സ്ഥാപനത്തിന്റെ പ്രവർത്തന ശൈലിയെക്കുറിച്ചും അന്വേഷണം നടത്തണം. ഇന്ന് ഹൈദരാബാദിലാണെങ്കിൽ നാളെ നമ്മുടെ നാട്ടിലെ സ്കൂളുകളിലും ഇത്തരം സംഭവങ്ങൾ നടക്കാം. നമ്മുടെ കുട്ടികളെ സുരക്ഷിതമായി സ്കൂളിൽ അയക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയാൽ അത് വലിയൊരു പ്രതിസന്ധിയാണ്. രക്ഷിതാക്കൾ ഒന്നടങ്കം ജാഗ്രത പാലിക്കേണ്ട സമയമാണിത്. കുട്ടികൾ സ്കൂളിൽ എന്താണ് പഠിക്കുന്നത്? അവരുടെ ഡയറിയിൽ എന്തൊക്കെയാണ് എഴുതുന്നത്? അധ്യാപകരുടെ പെരുമാറ്റം എന്താണ് എന്നതിനെക്കുറിച്ച് നിത്യേന ശ്രദ്ധ ചെലുത്തേണ്ടത് അത്യാവശ്യമാണ്. ഇത്തരം അജണ്ടകളെ കൂടുതൽ ശക്തിപ്പെടുത്തുകയുള്ളൂ. ചരിത്രപരമായി നോക്കിയാൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ തങ്ങളുടെ ആശയ പ്രചാരണത്തിനുള്ള കേന്ദ്രങ്ങളാക്കി മാറ്റുന്നത് പല തീവ്രവാദ സംഘടനകളുടെയും രീതിയാണ്. ചെറിയ കുട്ടികളിൽ നിന്ന് തുടങ്ങുന്ന ഇത്തരം പ്രക്രിയകൾ കാലക്രമേണ സമൂഹത്തെ ഭിന്നിപ്പിക്കാൻ കാരണമാകുന്നു. ഇസ്ലാമിസ്റ്റ് അജണ്ടകൾ ക്ലാസ് മുറികളിൽ നുഴഞ്ഞു കയറ്റുമ്പോൾ അത് മതേതരത്വത്തിന്റെ കടയ്ക്കൽ കത്തിവെക്കുകയാണ് ചെയ്യുന്നത്. ഇത്തരം സംഭവങ്ങളെ ഗൗരവമായി കണ്ടില്ല എങ്കിൽ വരും തലമുറ വലിയൊരു അപകടത്തിലേക്ക് കൂപ്പുകുത്തും. ഇത് മതപരമായ വൈരാഗ്യമല്ല, നമ്മുടെ രാജ്യത്തിന്റെയും മതേതര ഘടന കാത്തു സൂക്ഷിക്കാനുള്ള പോരാട്ടമാണ്. ഈ വാർത്ത പുറത്തു വന്നപ്പോൾ സമൂഹത്തിന്റെ പല കോണുകളിൽ നിന്ന് പ്രതിഷേധമുയർന്നു. സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത്തരം സംഭവങ്ങൾക്കെതിരെ ശബ്ദമുയർത്തുന്നവർക്ക് നേരെ ആരോപണങ്ങൾ ഉയരാം. എന്നാൽ സത്യം വിളിച്ചു പറയുക എന്നത് നമ്മുടെ കടമയാണ്. കുട്ടികൾക്ക് നൽകുന്ന വിദ്യാഭ്യാസം അവരുടെ വ്യക്തിത്വത്തെ രൂപപ്പെടുത്തുന്നതാണ്. അതിൽ ഇത്തരം മതപരമായ കടന്നുകയറ്റങ്ങൾ ഉണ്ടാകാൻ പാടില്ല. എല്ലാ രക്ഷിതാക്കളും ഒരേ സ്വരത്തിൽ ഇതിനെതിരെ പ്രതികരിക്കേണ്ടതുണ്ട്. നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസ അവകാശ നിയമങ്ങൾ വളരെ വ്യക്തമാണ്. ഒരു മതപരമായ പ്രവർത്തനം പോലും നിർബന്ധിതമാക്കാൻ പാടില്ലാത്തതാണ്. ഇത് ലംഘിക്കുന്ന ഏത് സ്ഥാപനവും കടുത്ത നടപടി നേരിടണം. സർക്കാർ വിദ്യാഭ്യാസ വകുപ്പുകൾ ഇത്തരം കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കണം. ഓരോ സ്കൂളുകളിലും നടക്കുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് അപ്പോൾ റിപ്പോർട്ട് ചെയ്യാൻ ഒരു സംവിധാനം ഉണ്ടാകണം. കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടത് ഭരണകൂടത്തിന്റെ ബാധ്യതയാണ്. നിയമത്തെ വെല്ലുവിളിക്കുന്നവരെ വെറുതെ വിടാൻ പാടില്ല. ഈ സംഭവത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട പാഠം ഒന്ന് മാത്രമാണ്. നമ്മുടെ കുട്ടികളെ, അവരുടെ സംസ്കാരത്തെ, നമ്മുടെ രാജ്യത്തിന്റെയും മതേതര സ്വഭാവത്തെ സംരക്ഷിക്കാൻ നമ്മൾ തന്നെ മുന്നിട്ടിറങ്ങണം. അധ്യാപകരുടെ വേഷം കെട്ടി നടക്കുന്ന ജിഹാദികൾ വന്ന് അജണ്ടകൾ നടപ്പിലാക്കുമ്പോൾ അത് കണ്ടെത്താൻ നമുക്ക് കഴിയണം. ഇനിയും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ സ്കൂൾ മാനേജ്മെന്റുകൾക്ക് കൃത്യമായ മുന്നറിയിപ്പ് നൽകണം. നമ്മുടെ മക്കളെ സുരക്ഷിതമായ കൈകളിൽ ഏൽപ്പിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തേണ്ടത് നമ്മൾ തന്നെയാണ്. നമ്മുടെ
ഭാരതീയ വിദ്യാഭ്യാസ രീതിയിൽ ഗുരുവിനും ശിഷ്യനും വലിയ സ്ഥാനമാണുള്ളത്. ഗുരുകുല സമ്പ്രദായം മുതൽ ഇന്ന് വരെ വിജ്ഞാനവും വിനയവുമാണ് ഒരു കുട്ടി ആർജിച്ചെടുക്കേണ്ടത്. എന്നാൽ ഇന്ന് പണത്തിനും സ്വാധീനത്തിനും വേണ്ടി മതപരിവർത്തന അജണ്ടകൾക്ക് കൂട്ടുനിൽക്കുന്ന ഒരു വിഭാഗം അധ്യാപകർ വിദ്യാഭ്യാസ മേഖലയുടെ അന്തസ്സ് കളയുകയാണ്. ഒരു വശത്ത് നമ്മുടെ പുരാതന പൈതൃകവും സംസ്കാരവും പഠിക്കാൻ മടിക്കുന്നവർ, മറുവശത്ത് മറ്റൊരു മതത്തിന്റെ പ്രാർത്ഥനകൾ കുഞ്ഞു മനസ്സുകളിൽ അടിച്ചേൽപ്പിക്കാൻ കാണിക്കുന്ന വ്യഗ്രത എന്തിനാണ്? ഒരു നിമിഷം ചിന്തിച്ചു നോക്കൂ. ഒരു ഹിന്ദു അധ്യാപിക ഏതെങ്കിലും ഒരു അന്യമതസ്ഥനായ കുട്ടിയോട് ഭഗവത്ഗീതയിലെ ഒരു ശ്ലോകമോ അല്ലെങ്കിൽ ഒരു നാമജപമോ ഗൃഹപാഠമായി പഠിച്ചു കൊണ്ടുവരാൻ പറഞ്ഞിരുന്നുവെങ്കിൽ ഇവിടെ എന്താകുമായിരുന്നു അവസ്ഥ? ഈ നാട്ടിലെ പുരോഗമനവാദികളും സാംസ്കാരിക നായകന്മാരും മതേതരത്വത്തിന്റെ പേരും പറഞ്ഞ് തെരുവിലിറങ്ങില്ലായിരുന്നു. ചാനൽ മുറികളിൽ അന്ത്യചർച്ചകൾ പൊടിപൊടിക്കില്ലായിരുന്നു. എന്നാൽ ഇവിടെ 6 വയസ്സുള്ള ഒരു പിഞ്ചു കുഞ്ഞിന്റെ മനസ്സിലേക്ക് മറ്റൊരു മതത്തിന്റെ പ്രാർത്ഥനകൾ നിർബന്ധപൂർവ്വം അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചിട്ടും ഇവിടുത്തെ മതേതരവാദികൾക്ക് യാതൊരു കുലുക്കവുമില്ല. ഈ മൗനം അപകടകരമാണ്. ഇതൊരു വലിയ ഗൂഢാലോചനയുടെ ഭാഗമാണ്. അറിവ് പകർന്നു നൽകേണ്ട വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ തങ്ങളുടെ മതപരിവർത്തന അജണ്ടകൾക്കും ജിഹാദി ചിന്തകൾക്കുമുള്ള റിക്രൂട്ടിംഗ് ഏജൻസികളാക്കി മാറ്റാനുള്ള ചിലരുടെ കുതന്ത്രം. ഒരു അധ്യാപികയെ പിരിച്ചുവിട്ടു എന്ന് കാണിച്ച് സ്കൂൾ മാനേജ്മെന്റ് ഇപ്പോൾ കൈകഴുകാൻ ശ്രമിക്കുകയാണ്. എന്നാൽ അതുപോരാ. ഇതിന് പിന്നിലെ യഥാർത്ഥ ബുദ്ധികേന്ദ്രമാരാണ്? വിദേശത്ത് നിന്നടക്കം ഇത്തരം കാര്യങ്ങൾക്ക് ഫണ്ടിങ് വരുന്നുണ്ടോ എന്ന് സമഗ്രമായി അന്വേഷിക്കേണ്ടതുണ്ട്. BJP മറ്റു സംഘടനകളും കൃത്യമായി ഇടപെട്ടത് കൊണ്ട് മാത്രമാണ് ഈ വിഷയം ഇപ്പോൾ പുറത്തു വന്നത്. നമ്മുടെ മക്കളെ നമ്മൾ സ്കൂളിലേക്ക് അയക്കുന്നത് അവർ നല്ല വിദ്യാഭ്യാസം നേടി മികച്ച പൗരന്മാരായി വളരാനാണ്, അല്ലാതെ ആരുടെയെങ്കിലും മത അജണ്ടകളുടെ ഇരകളാവാനല്ല. അതുകൊണ്ട് ഓരോ ഹിന്ദു രക്ഷിതാവും ഇനി ഉണർന്നു പ്രവർത്തിക്കേണ്ട സമയമാണിത്. നിങ്ങളുടെ കുട്ടികളുടെ പുസ്തക സഞ്ചിയിൽ എന്തൊക്കെയുണ്ട്? അവരുടെ ഡയറിയിൽ എന്താണ് കുറിച്ചു വെച്ചിരിക്കുന്നത്? ക്ലാസ് മുറികളിൽ എന്താണ് അവരെ പഠിപ്പിക്കുന്നതെന്ന് ദിവസവും പരിശോധിക്കുക. കാരണം വേഷപ്രജ്ഞരായി വരുന്ന ഇത്തരം ചിന്താഗതിക്കാർ ലക്ഷ്യമിടുന്നത് നമ്മുടെ വരും തലമുറയെ തന്നെയാണ്, നമ്മുടെ സംസ്കാരത്തെയാണ്. ധർമ്മം സംരക്ഷിക്കാൻ നമ്മൾ തന്നെ മുന്നിട്ടിറങ്ങിയേ തീരൂ. വിദ്യാഭ്യാസം എന്നാൽ വെറും മാർക്ക് നേടലല്ല, ശരിയായ മനുഷ്യനാകലാണ്. സ്കൂളുകളിൽ നൽകുന്ന വിദ്യാഭ്യാസം കുട്ടിയെ സ്വന്തം വേരുകളിൽ നിന്ന് അകറ്റുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ടത് ഓരോ രക്ഷിതാവിൻ്റെയും കടമയാണ്. ഒരു പരാതി നൽകിയത് കൊണ്ട് മാത്രം കാര്യം അവസാനിക്കുന്നില്ല. സ്കൂൾ മാനേജ്മെന്റ് നടത്തുന്ന ഓഡിറ്റിംഗ്, ക്ലാസ് മുറികളിലെ CCTV നിരീക്ഷണം, പാഠ്യേതര പ്രവർത്തനങ്ങളിലെ സുതാര്യത എന്നിവ ഉറപ്പുവരുത്താൻ മാതാപിതാക്കളുടെ സംഘടനകൾക്ക് കഴിയണം. കൂടാതെ സംസ്ഥാന സർക്കാരും വിദ്യാഭ്യാസ വകുപ്പും ഇത്തരം സ്കൂളുകളുടെ അംഗീകാരം പുനഃപരിശോധിക്കണം. ഇസ്ലാം മതപരമായ ആശയങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന സ്ഥാപനങ്ങൾക്ക് മതേതരത്വത്തിന്റെ പേരിൽ പ്രവർത്തിക്കാൻ അർഹതയുണ്ടോ എന്ന് സർക്കാർ ചോദിക്കണം. ശക്തമായ നിയമ നടപടികളും പൊതുസമൂഹത്തിന്റെ ജാഗ്രതയുമാണ് ഇത്തരം സെക്ടേറിയൻ അജണ്ടകളെ തകർക്കാനുള്ള ഏക മാർഗം. ഹൈദരാബാദിലെ ഈ സംഭവം നമുക്ക് നൽകുന്നത് വലിയൊരു മുന്നറിയിപ്പാണ്. ക്ലാസ് മുറികൾ അറിവിന്റെ കേന്ദ്രങ്ങളാകണം, അല്ലാതെ അജണ്ടകളുടെ വേദികളാകരുത്. പിഞ്ചുകുട്ടികളുടെ മനസ്സിൽ മതപരമായ വേർതിരിവുകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് മാപ്പർഹിക്കാത്ത കുറ്റമാണ്. സമൂഹം ഇത്തരം പ്രവണതകളെ ഒറ്റക്കെട്ടായി എതിർക്കണം. ഉറങ്ങിക്കിടക്കുന്ന സമൂഹത്തെ ഉണർത്താനുള്ള ഒരു അപായ സൈറനായി ഈ ഹൈദരാബാദ് സംഭവത്തെ നാം കാണണം. കണ്ണു തുറക്കുക, അതിജാഗ്രതയോടെ കാവലിരിക്കുക. നമ്മുടെ കുട്ടികളുടെ ഭാവിയും രാജ്യത്തിന്റെ ഐക്യവും കാത്തുസൂക്ഷിക്കാൻ ഓരോ രക്ഷിതാവും കണ്ണിലെ കൃഷ്ണമണി പോലെ കാവലിരിക്കുക. ഈ വാർത്തയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. വാർത്തകൾ വേഗത്തിൽ അറിയാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.